നമ്മുടെ വീട്ടിലുണ്ടല്ലോ 14 തരം ചീരയുണ്ട് കേട്ടാ. അതിലത്തെ ഒരു ചീര എന്ന് പറയുന്നത് ഇതാ പാൽച്ചീര. കണ്ട ഇതിൻ്റെ തണ്ട് നല്ല വൈറ്റ് കളറായിരിക്കും. പിന്നെ അടുത്ത ചീര ഇതാ ബ്ലാത്താങ്കര ചീര എന്ന് പറയും. പ്രത്യേക റെഡാണ്. ഇല ഇത്തിരി കൂടി റൗണ്ട് പോലെയൊക്കെ തോന്നുന്നുണ്ട്. ഇതാണ് ബ്ലാത്താങ്കര ചീര. ഇതിൻ്റെ ഉപ്പുറത്ത് നിൽക്കുന്നത് നമ്മുടെ സാധാരണ നാടൻ ചോപ്പ് ചീര ഇത്. അപ്പോൾ ഇത് രണ്ടടുത്തേക്ക് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും രണ്ടിൻ്റെ ഇലയുടെ വ്യത്യാസം. അപ്പോൾ ഇപ്പം 3 തരം കാട്ടി വന്നില്ലേ. ഇനി അടുത്ത ചീര ഇത് നമ്മുടെ പച്ചച്ചീര. പച്ചച്ചീരനെ കുറിച്ചിട്ട് നമുക്ക് എന്നിട്ട് പറയേണ്ട ആവശ്യം. നമ്മുടെ പറമ്പ് നിറയെ എപ്പോഴും കാണുന്ന ഒരാളാണ് പച്ചച്ചീര. നമ്മുടെ വീഡിയോ കാണുന്നവർക്ക് അറിയാമല്ലേ. അപ്പോൾ ഈ പച്ചച്ചീരയിൽ തന്നെ 2 തരം ഉണ്ട് കേട്ടോ. ഇപ്പോൾ ഈ ഒരു പച്ചച്ചീരയുടെ കട നോക്കിയേ, കണ്ട നല്ല പച്ച കളറിലല്ലേ. തൊട്ട് നിൽക്കണ ഈ ഒരു പച്ചച്ചീരയുടെ തണ്ട് ഒരു ചെറുതായിട്ടൊരു വയലറ്റ് കളർ പോയിട്ടുള്ളതാണ് കേട്ടോ. ചോപ്പ് ചീരയിൽ തന്നെ ഞാൻ 2 തരം കാട്ടി വന്നു. ബ്ലാത്താങ്കര ചീരയും പിന്നെ നമ്മുടെ സാധാരണ നാടൻ ചോപ്പ് ചീരയും. ആ ചോപ്പ് ചീരയിൽ തന്നെ പെട്ടിട്ടുള്ള നോക്കി വേറൊരു തരം ചീരയാണ് ഇത് കേട്ടാ. അങ്ങനെയാണ് നമ്മുടെ ഏറ്റവും ഗ്ലാമറും ഭയങ്കര സുന്ദരി എന്ന് പറയുന്ന ഒരു ചീര. സുന്ദരി ചീര എന്ന് പറഞ്ഞാൽ പോലെ ഇത്രയും ഭംഗിയുള്ള ഒരു ചീര ഉണ്ടാവില്ല എന്ന് തന്നെ പറയാം. അത്രയും ഭംഗിയായിട്ടാ സുന്ദരി ചീര. അറിഞ്ഞുകൊണ്ടിട്ട പേര് തന്നെയാട്ടോ സുന്ദരി ചീര എന്നുള്ളത്. ഇപ്പം ഞാൻ 7 തരം ചീര കാട്ടിയെന്നില്ലേ. ഇനി അടുത്ത ചീരയാണ് നമ്മുടെ സാമ്പാർ ചീര. എല്ലാവർക്കും പരിചയമുള്ളൊരു ചീര തന്നെ ആയിരിക്കും സാമ്പാർ ചീര അല്ലേ. ഇതാണ് നമ്മുടെ സാമ്പാർ ചീര. പിന്നെ അടുത്ത ആളാണ് നമ്മുടെ വള്ളിച്ചീര. കണ്ട ഈ ഒരു വള്ളിച്ചീരയുടെ ഈ ഇല ഉപയോഗിച്ചിട്ടുണ്ടല്ലോ നമുക്ക് പപ്പടപടയൊക്കെ ഉണ്ടാക്കില്ലേ, അതേപോലെ മാവിലൊക്കെ മുക്കിയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ് കേട്ടോ ഈ വള്ളിച്ചീര. അപ്പോൾ 7 അവിടെ കഴിഞ്ഞു. ഇത് 8 സാമ്പാർ ചീര, 9ാമത്തെ നമ്മുടെ വള്ളിച്ചീര കാട്ടി വന്നു. ഇനി അടുത്ത തരം കാട്ടിത്തരാം. പിന്നെയാണ് നമ്മുടെ പാലക്ക് ചീര. പാലക്ക് ചീര നമ്മളിതാ ഒരു സ്റ്റെപ്പൊക്കെ കഴിഞ്ഞിട്ട് ഇത് പുതിയ തൈകൾ വെച്ച് കൊടുത്തിട്ടുള്ളൂ കേട്ടോ. ഇനി ഞാൻ 11ാമത്തെ തരം ചീര എന്ന് പറഞ്ഞ് കാണിക്കുന്നതാണ് നമ്മുടെ മയിൽപ്പീലി ചീര. നോക്കിയാൽ മയിൽപ്പീലി ചീര എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏതേ ഈ ഒരു ഇലയുടെ കണ്ട നോക്കി കഴിഞ്ഞാൽ ഇങ്ങനെയാണ് കേട്ടോ ഇരിക്കുക മയിൽപ്പീലി ചീര. ഭയങ്കര ഭംഗിയാട്ടാ ഇങ്ങനെ കാണുമ്പോൾ നല്ല ഡിസൈൻ അതിൻ്റെ ഇലയ്ക്ക് വയ്ക്കും. ഇനി അടുത്ത ചീര കൂടി കാട്ടിത്തരാം. ഇതാണ് നമ്മുടെ പൊന്നാങ്കണ്ണി ചീര. അപ്പോൾ ഈ പൊന്നാങ്കണ്ണി ചീര ഇപ്പോൾ 12ാമത്തെയാണ് കേട്ടോ പൊന്നാങ്കണ്ണി ചീര. ഇനി 13ാമത്തെ ചീര. അത് ഭയങ്കര ഭംഗിയായിട്ടാണ് കാണാനായിട്ട്. ഇനി അത് കാട്ടിത്തരാം. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ 13ാമത്തെയും 14ാമത്തെയും തരം ചീരകൾ. കെയിൽ നാട്ടി ഈ ചീരയുടെ പേര് ഇത് പച്ചച്ചീര, ഇത് വൈലറ്റ് കളറിലിരിക്കുന്നു കേട്ടോ. അപ്പം ഞാനിതാ ഇന്ന് കറി വയ്ക്കാൻ വേണ്ടിയിട്ടാ കുറച്ച് പാൽച്ചീര അരിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ.